എഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ 35ഓളം ആളുകൾക്ക് ഇങ്ങനെ ഒരു നിയമന ഉത്തരവ് വളരെ ചുരുങ്ങിയ ഒരു സമയത്ത്, അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുതിയുഗ യാത്രയിൽ അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉറപ്പ് സർക്കാർ അധികാരത്തിൽ വന്ന് 2 മാസം കഴിയുന്ന മുറയ്ക്ക് തന്നെ ഇപ്പോൾ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു, യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി എന്ന നിലയിൽ വ്യക്തിപരമായും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് സാധ്യമായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടലുകളും ഈ കാര്യത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഞാൻ നിയമന ഉത്തരവ് കരസ്ഥമാക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഒരു അധ്യാപകനാകുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ ഒരു ഭാഗ്യമാണ്. ഒരു സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വവും സാമ്പത്തിക ഭദ്രതയ്ക്കും ഒക്കെ അപ്പുറത്ത് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ ഉത്തരവാദിത്വം അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുവാനായിട്ട് അതിനു വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെന്റ് എടുത്ത ഒരു പ്രത്യേക എഫേർട്ട് ഇവിടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുമുണ്ട്. അവരൊക്കെ എടുത്ത ഒരു എഫേർട്ട് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. തുടർന്നും എനിക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത്, ഇത്തരത്തിൽ എവിടെയൊക്കെ നമുക്ക് നിലവിൽ വേക്കൻസീസ് റിപ്പോർട്ടഡ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വേക്കൻസീസ് ഉണ്ട്, അതെല്ലാം കണ്ടെത്തിക്കൊണ്ട് സാധ്യമായ അത്രയും പരമാവധി ആളുകൾക്കും ഇതുപോലെ നിയമനം കൊടുക്കുക. അങ്ങനെ നമ്മുടെ കോളേജുകളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക, അവിടെ അക്കാഡമിക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയായിരിക്കും ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. അത് നാളുകളിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്, നാളുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നതമായിട്ടുള്ള വക്കീലന്മാരോ അല്ലെങ്കിൽ ജഡ്ജിമാരോ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരോ പോലും ആവേണ്ടുന്ന ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് നിങ്ങളുടെ ക്ലാസ് മുറികളിൽ വന്നിരിക്കുന്ന, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ ബി അശോക്, ഏറ്റവും ബഹുമാന്യരായ രക്ഷകർത്താക്കളെ, പുതിയ നിയമനം ലഭിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. രക്ഷകർത്താക്കൾ കൂടി എത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ വെച്ച് നിയമന ഉത്തരവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം ലഭിച്ച് ചരിത്രത്തിന്റെ ഭാഗമായി നിങ്ങൾ 35 പേരും മാറുകയാണ്. നിങ്ങളത് ഏറ്റുവാങ്ങാൻ, അത് കാണാൻ നിങ്ങളുടെ രക്ഷിതാക്കൾ കൂടെ എത്തിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം, നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സി ചിറ്റയം ഗോപകുമാറും, ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന ശ്രീ സതീഷ് ഇവിടെ വന്നിട്ടുണ്ട്. വളരെ സന്തോഷം, 2 പേർ അതടക്കമുള്ള രക്ഷകർത്താക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു രാഷ്ട്രീയ യാത്ര, അത് തന്നെയാണ് പുതിയുഗ യാത്ര നടത്തിയപ്പോൾ ഞങ്ങൾ കുറേ ഇൻട്രാക്ഷൻസ് നടത്തി പലരുമായിട്ട്. അവിടെ കോഴിക്കോട് ലോ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി വന്നു, വളരെ ഇമ്പ്രസീവായി, വളരെ മനോഹരമായി ലോ കോളേജിലെ അധ്യാപകരുടെ പ്രശ്നം, അധ്യാപകരില്ലാത്ത പ്രശ്നം, അവരനുഭവിക്കുന്ന വിഷയം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഞാനത് അന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ അപ്പോൾ വാക്ക് കൊടുത്തു, ഞങ്ങളുടെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് വന്ന ഉടൻ തന്നെ ഞാൻ ഇതിന്റെ ഫയലെല്ലാം അന്വേഷിച്ചു. പിന്നെ റോജി എം ജോൺ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സെക്രട്ടറി ഡോക്ടർ അശോക് എല്ലാം വലിയ ഉത്സാഹത്തോടു കൂടി എടുത്തു. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഈ അഡ്വൈസ് മെമ്മോ അയക്കാൻ കഴിഞ്ഞത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ദീർഘമായ പ്രസംഗത്തിലൊന്നും മുതിരുന്നില്ല. വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ നിങ്ങളെ ഏറ്റെടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രൊഫഷൻ എന്ന് പറയുന്നത് അധ്യാപകരുടെ ജോലിയാണ്. അതിനേക്കാൾ വലിയൊരു ജോലിയില്ല. ഞങ്ങളുടെയൊക്കെ ജോലിയുടെ ഒരു പ്രശ്നമുണ്ട്, സ്ഥാനത്തിരിക്കുമ്പോൾ മാത്രമുള്ള ആളുകൾക്ക് ബഹുമാനമുള്ളൂ, അത് പോയ ആർക്കില്ല. നിങ്ങളുടെ അതല്ല, നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ജീവിതാവസാനം വരെ ആ ബഹുമാനവും ആദരവും സ്നേഹവും ഉണ്ടാവും.
അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. അസാമാന്യമായിട്ടുള്ളൊരു പ്രിവിലേജാണ്. എവിടെ പോയാലും എത്ര പ്രായമായാലും ഒരു വിദ്യാർത്ഥി എവിടെ നിന്നെങ്കിലും ഓടി വന്നിട്ട് പറയും ടീച്ചറോ സാറോ എന്നെ പഠിപ്പിച്ചാണെന്ന് പറയും. ബഹുമാനത്തോടു കൂടിയാണ് അവർ നോക്കിക്കാണുന്നത്. വേറൊരു പ്രൊഫഷനും കിട്ടാത്ത, ജീവിതാവസാനം വരെ കിട്ടുന്ന ഒരു അംഗീകാരം കിട്ടുന്ന ഒരു മനോഹരമായ ഒരു പ്രൊഫഷനാണ്. അതിന്റെ ഗൗരവത്തോടു കൂടി, ഉത്തരവാദിത്വത്തോടു കൂടി അത് ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, നിയമ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗം, എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, കേരളം ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മികച്ച സർവകലാശാലകൾ, ലോകത്തിലെ ലെഗസി യൂണിവേഴ്സിറ്റീസ് ഉൾപ്പെടെ കേരളത്തിൽ കൊണ്ടുവന്ന് അവരുടെ ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ രൂപീകരിച്ച് ലോകത്തിലെ ഏറ്റവും പുതിയ കോഴ്സുകൾ, നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലത്ത് ഏറ്റവും വലിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭം കൂടി ആലോചിക്കുക. ഞങ്ങളൊരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കി എക്സ്പേർട്ടുകളെ നിയോഗിച്ച് ലോകത്തെ ഓരോ രംഗത്തും നടക്കുന്ന മാറ്റങ്ങൾ, പുതിയ ജോലിയുടെ സ്വഭാവത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള എക്സ്പേർട്ട് കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുക. അവരെ ആ റിപ്പോർട്ട് ഗവൺമെന്റ് തന്നാൽ ഗവൺമെന്റ് കരിക്കുലം റീസ്ട്രക്ചർ ചെയ്ത് പുതിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ ആരംഭിക്കും. ഇൻഡസ്ട്രിയുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ആരംഭിക്കാനുള്ള പദ്ധതികളാണ്. അപ്പോൾ പോർട്ട് സിറ്റിയാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയുടെ കൂടെ അതിന്റെ കൂടെ ഒരു അക്കാഡമിക് പ്രോഗ്രാം കൂടി ഞങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൽ മാരിടൈം ലോ, കേരളത്തിൽ കാര്യമായിട്ട് മാരിടൈം ലോയ്ക്ക് വളരെ കുറവാണ് സാധ്യതകൾ. അപ്പൊ ഇനി ഒരുപാട് സാധ്യതകൾ വരും. മാരിടൈം ലോ കേരളത്തിൽ ഒരു വലിയ ചാപ്റ്ററായി മാറും. ലോജിസ്റ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാകും. അതുപോലെയുള്ള പുതിയ 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 നിയമത്തിന്റെ പുതിയ ബ്രാഞ്ചസ്, ഈ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ നിയമത്തിൽ പുതിയതായ ശാഖകൾ ഉണ്ടാകും. അതുകൂടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ സബ്ജക്റ്റുകൾ കൂടി നിയമവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി മാറ്റും. ഞാൻ ഹൈക്കോടതിയിലെ പഴയ ബാർ അസോസിയേഷൻ മെമ്പർ എന്ന നിലയിൽ മുഖ്യമന്ത്രി ആയപ്പോൾ അവരൊരു സ്വീകരണം തന്നിരുന്നു. അന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, അഡ്മിറാൽറ്റി കോർട്ട് ഉണ്ടാക്കണം. ഇപ്പൊ ബോംബെയിൽ മാത്രമേ ഉള്ളൂ അഡ്മിറാൽറ്റി കോർട്ടുകൾ. നമുക്കിനി കേരളത്തിൽ അഡ്മിറാൽറ്റി കോർട്ടുകളുടെ ആവശ്യമുണ്ട്. അപ്പൊ നിയമരംഗത്ത് കാലഹരണപ്പെട്ട തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി മാറ്റി നമുക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്ത്, ഇപ്പോഴത്തെ ഈ നോളജ് എക്സ്പ്ലോഷന്റെ കാലത്തുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പുതിയ സംവിധാനം ഉണ്ടാവും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നിയമവിദ്യാഭ്യാസ രംഗത്തും സമഗ്രമായ മാറ്റം വരുത്തുക. നിയമവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് മന്ത്രിയും സെക്രട്ടറിയും കുറേ പ്രപ്പോസൽ തന്നിട്ടുണ്ട്. അത് നിയമവിദ്യാഭ്യാസത്തിന് ഡയറക്ടറേറ്റ് രൂപീകരിക്കാനും നിയമ സർവകലാശാല രൂപീകരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് ഗൗരവമായി ഗവൺമെന്റ് പരിശോധിച്ച്, അതുപോലെ പുതിയ യൂണിവേഴ്സിറ്റി നിയമം പുതിയതായി ഉണ്ടാകാൻ പോവുകയാണ്. മറ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റികൾ അടക്കം കേരളത്തിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയാണ്. ഈ കാര്യത്തിലെല്ലാം ഗൗരവതരമായി ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് അധ്യാപന രംഗത്തേക്ക് ചുവടുവയ്ക്കുന്ന 35 പേരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാ നന്മകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നല്ല അധ്യാപകരായി നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയും. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.